കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓൺലൈനായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ പേരിലും ട്രൂത്ത് ഫൈറ്റേഴ്സ് അഥവാ സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരിലും ഞാൻ സായാഹ്ന വന്ദനം നേർന്നുകൊള്ളുന്നു. കേരള പോലീസിൻ്റെ നിയമ നടപടികളെ ഭയന്ന് ഗൾഫിലേക്ക് ഓടിപ്പോയ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന MM അക്ബർ എന്ന കുറ്റാരോപിതൻ്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടന കഴിഞ്ഞ നവംബർ 12 ഈ ടൗൺ ഹാളിൽ വെച്ച് തന്നെ ചെയ്ത സുഹൃത്ത് സംവാദം ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന പ്രോഗ്രാമിൽ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായി അധിക്ഷേപിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ പ്രോഗ്രാമിൽ അങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് ക്രൈസ്തവരുടെ അതിവിശുദ്ധ വിശ്വാസത്തെ അവർ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഖണ്ഡന പ്രസംഗം ഇവിടെ ക്രമീകരിക്കേണ്ടി വന്നതെന്നുള്ള കാര്യം മുൻപേ സഹോദരന്മാർ ഓർപ്പിക്കുകയുണ്ടായി. സുവിശേഷത്തിൻ്റെ നിസ്തുല്യത എന്താണെന്നും അതെങ്ങനെ സാർവലൗകികമായിരിക്കുന്നു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പാസ്റ്റർ ജെയിംസ് പാണ്ടനാട് നമ്മളോട് വ്യക്തമായി ലളിതമായി വിവരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കള്ളത്തരങ്ങൾ, അവർ എങ്ങനെയാണ് വ്യാജമായ വിധത്തിൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യവും, അതുപോലെ അതിനകത്തുള്ള അവരുടെ ദൈവസങ്കല്പവും അവരുടെ വിവാഹ സങ്കല്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ബഹുമാനപ്പെട്ട ജെറി തോമസ് ബ്രദറിൽ നിന്ന് നാം കേൾക്കുകയുണ്ടായി. ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ തൗഹീദ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇടും. അതൊരു ചോദ്യോത്തര പരിപാടിയിൽ നിച്ച് ഓഫ് ട്രൂത്ത് ഇവിടെ നടത്തിയ പ്രോഗ്രാമിൽ ഒരു മുസ്ലിം സഹോദരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ മറുപടി അവർ ശരിയായിട്ട് പറഞ്ഞില്ല, ഞങ്ങളത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇവർ പറയുന്ന ഒരു ആരോപണം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് ഖുർആനും ഹദീസുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു മറ്റു മനുഷ്യരുടെ പാപം ഏറ്റെടുത്തു എന്ന് പറയുന്നത് തെറ്റാണെന്ന് അവർ അവിടെ പറയുകയുണ്ടായി. അതിൻ്റെ മറുപടി. പിന്നെ ഒരു താരതമ്യമാണ് മൂന്നാമത്, യേശു ക്രിസ്തുവും അള്ളാഹുവും തമ്മിലുള്ള ഒരു താരതമ്യം. ആരാണ് സത്യദൈവം, യഥാർത്ഥ ദൈവമെന്ന് മുസ്ലിം സഹോദരന്മാർക്ക് തിരിച്ചറിയുവാൻ, അവർക്കത് മനസ്സിലാക്കുവാൻ ഈ താരതമ്യം ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ട്, നമുക്കറിയാം, ധാരാളം മതങ്ങളുണ്ട്. അതിൽ ഇസ്ലാം ഒഴികെ വേറെ ഒരു മതത്തിനും ഞങ്ങളുടെ മതം സമാധാനത്തിൻ്റെ മതമാണെന്നും പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കേണ്ട ഗതികേടില്ല. ഇസ്ലാമിന് മാത്രമേ ആ ഒരു ഗതികേടുള്ളൂ. അതുമാത്രമല്ല, ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അന്യമത വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വന്ന് ഇസ്ലാമിനെ പൊക്കിപ്പറഞ്ഞ് ഇസ്ലാമിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടെന്ന അങ്ങനത്തെ ഒരു ഗതികേടും വേറെ മറ്റൊരു മതത്തിനുമില്ല. ഞാൻ അറിഞ്ഞ ഹിന്ദുയിസം എന്ന് പറഞ്ഞു ഹിന്ദുക്കളുടെ പ്രോഗ്രാം ചെയ്യുകയില്ല. ഞാൻ അറിഞ്ഞ ബുദ്ധിസം എന്ന് പറഞ്ഞ് ബുദ്ധമതക്കാർ ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളും ചെയ്യുകയില്ല. പക്ഷെ അവർ ചെയ്യുന്നു, മറ്റ് മതസ്ഥരെ വിളിച്ചു കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യിക്കുന്നു. കാരണം എന്താണ്? ആ കാരണമാണ് നാം ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്നേഹിതന്മാരോട് ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, സാക്ഷിയുടെ പ്രഭാഷകർ ഇവിടെ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട 2 പേരും ഇപ്പം ഞാനും സംസാരിക്കാനായിട്ട് പോകുന്നത് പൂർണ്ണമായും ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഞങ്ങളുടെ ഭാവനകളൊന്നും ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയില്ല, കൃത്യമായി പ്രമാണത്തിലുള്ളതാണ്. പക്ഷേ ഈ പ്രമാണത്തിലുള്ള പലതും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓൺലൈനിൽ ധാരാളം പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ധാരാളം പേര് ഇപ്പോൾ അത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഊന്നിപ്പറയുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾക്കിത് ആദ്യത്തെ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നിയെന്ന് വരും. പക്ഷെ അങ്ങനെ വിഷമം വന്നാൽ അത് ഞങ്ങളോട് കാണിക്കണ്ട, അത് നിങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തുകാരോട് കാണിക്കണം. കാരണം അവരാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇവിടെ പരസ്യമായിട്ട് ഇത് പറയിപ്പിക്കുന്നത്. അവരത് അവരുടെ വിശ്വാസം ശരിയാണെന്ന് അവർ പറഞ്ഞു പൊക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരുടെ വിശ്വാസം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? അങ്ങനെ അവർ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്.
ഇസ്ലാമാണ് ശരിയെന്ന് ലോകത്ത് ഒരൊറ്റ മുസ്ലിമിനും അവൻ്റെ പ്രമാണഗ്രന്ഥം വെച്ചുകൊണ്ട് തെളിയിക്കാൻ അവന് സാധിക്കുകയില്ല. ഇസ്ലാമിക പ്രമാണം വെച്ചുകൊണ്ട് അള്ളാഹു ദൈവമാണെന്നത് പോട്ടെ, അള്ളാഹു എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെന്ന് പോലും അവന് തെളിയിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുള്ളതാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾ മാത്രം നിങ്ങൾ എടുത്തിട്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വം തെളിയിക്കണം, അള്ളാഹു ജീവനോടെയുള്ള ഒന്നാണെന്ന് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. ഇതുവരെ പറ്റിയിട്ടില്ല അവർക്ക്. അതുപോലെ ഇസ്ലാമിക പ്രമാണം വെച്ചുകൊണ്ട് മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണെന്ന് അവർക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുകയില്ല. നാം കേട്ടു അദ്ദേഹത്തിൻ്റെ മുഹമ്മദിൻ്റെ ചില വീരചരിത്രങ്ങളൊക്കെ നാം ഇവിടെ കേൾക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പോവുകയില്ല. ഇത് കാലം മാറി, ഇൻ്റർനെറ്റ് യുഗമാണ്, വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിലുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് മുൻപ് അവർ ചെയ്തിരുന്ന അവരുടെ വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ വില പോവുകയില്ല. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മറ്റ് മതത്തിൽപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് ഇസ്ലാമിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, അവരെ കൊണ്ട് പൊക്കി പറയിപ്പിക്കുക. അത് പൊക്കി പറയിപ്പിക്കട്ടെ, അത് അവരുടെ ഗതികേടാണ്. ഇപ്പം ഞങ്ങൾക്ക് സുവിശേഷം പറയണമെങ്കിൽ ഞങ്ങൾ പുറമേ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് യേശു ക്രിസ്തു നല്ലവനാണെന്ന് പറയിപ്പിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത്, ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന തിരുവചനത്തിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സുവിശേഷ സന്ദേശത്തിൽ പറയുകയുള്ളൂ. പുറമേ നിന്ന് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അവർക്ക് പറയാൻ പറ്റില്ല, അതവരുടെ ഗതികേടാണ്. ആ ഗതികേട് കൊണ്ടാണ് അവരിങ്ങനെ മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ചെയ്യിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം അവർ ചെയ്തിട്ട് അവിടെ സംസാരിച്ച ആൾക്കാർ പോയതിന് ശേഷം അവരുടെ വിശ്വാസത്തെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ബുദ്ധിമോശം അവർ കാണിക്കാൻ പാടില്ലായിരുന്നു. അതെത്ര വലിയ ബുദ്ധിമോശമാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടാകും. ഈ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന ആളുകൾ അവർ പ്രമാണബദ്ധമായി ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളവരല്ല. അവരത് ആദ്യമേ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചവരല്ല, ഞങ്ങളുടെ സ്നേഹിതന്മാരായ മുസ്ലിങ്ങളിൽ നിന്ന് പഠിച്ചവരാണെന്ന്. ഞങ്ങൾക്കും മുസ്ലിം സ്നേഹിതന്മാർ ധാരാളമുണ്ട്, എനിക്കിഷ്ടം പോലെ ഉണ്ട്. കാസർഗോഡ്, കണ്ണൂർ, ലക്ഷദ്വീപ് ആ ഭാഗങ്ങളിലെല്ലാം ധാരാളമുണ്ട്. ഒരു കാലത്ത് ഞാൻ മുൻപ് നിരീശ്വരവാദിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ സ്നേഹിതന്മാരോടെ ഞാൻ ഞാനന്ന് വിചാരിച്ചത് ഇസ്ലാം നല്ലൊരു മതമാണ്, കാരണം ഈ സ്നേഹിതന്മാരൊക്കെ നല്ലവരാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പിന്നീട് ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷമാണ് എം അക്ബറിനെ പോലെയുള്ളവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഇത് ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആ സ്നേഹിതന്മാരെല്ലാം വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ്. അവർ യഥാർത്ഥ ഇസ്ലാം അല്ല ഫോളോ ചെയ്യുന്നത്, പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല അവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ മനസ്സിൻ്റെ ബോധ്യത്തിനനുസരിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തുകയല്ല, ഞങ്ങളിവിടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. കിതാബ് എന്ത് പറയുന്നു, കിതാബുകൾ എന്ത് പറയുന്നുവോ അതാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഇവരിവിടെ ചെയ്ത പരിപാടി കഴിഞ്ഞ നവംബർ 12 ഇവർ ചെയ്തത്, പുറമേ നിന്നുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഇസ്ലാമിന് നല്ല കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ വിശ്വാസത്തെ അവർ പരിഹസിച്ചു. ഇത് 10-25 വർഷം മുമ്പ് എം അക്ബർ തുടങ്ങിയ പരിപാടിയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് ഇസ്ലാമിനകത്ത് ഈ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയതിന് ശേഷം ആ സംഘടനയിൽ പല മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സംഘടിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് സ്നേഹസംവാദം എന്ന പേരിൽ അവർ വന്ന ആളുകൾ ഇസ്ലാമിനെ പുകഴ്ത്തി പറയും. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അവരുടെ വിശ്വാസത്തേക്ക് അങ്ങ് അധിക്ഷേപിക്കും. എന്നിട്ട് ഇതിൻ്റെ CD എടുത്ത് വിതരണം ചെയ്യും, മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യും. ഇത് കാണുന്ന ഒരു 18-19 ആ പ്രായത്തിൽ മുറിച്ചിട്ടാൽ തെറിക്കുന്ന ചോരത്തിളപ്പുള്ള പ്രായത്തിലുള്ള മുസ്ലിം കുട്ടികളൊക്കെ അവർ വിചാരിക്കും ഇസ്ലാമാണ് സത്യം, ഇതിനെ ജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെ അവർ ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അക്ബറിൻ്റെ കൂടെ വന്നു. അങ്ങനെയാണ് ഈ സംഘടന വലുതായിട്ട് വന്നത്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ കേരള പോലീസിനെ പേടിച്ച് നാട് വിട്ടു. പുള്ളി ഇപ്പോൾ ഗൾഫിൽ ഒളിവിലാണ്. ഈ നിച്ച് ഓഫ് ട്രൂത്ത് തന്നെ അടിച്ച് പിരിഞ്ഞ് പല സംഘടനകളുമായി 2-3 ഗ്രൂപ്പുകളായിട്ട് അവർ തിരിഞ്ഞു. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൻ്റെ ലീഡർ സുബൈർ പീഡിയക്കൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അക്ബർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടിയാണ് അക്ബർ പണ്ട് ചെയ്തിരുന്ന അതേ പ്രോഗ്രാമുമായിട്ട് ഇപ്പോൾ സുബൈർ പീഡിയക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരും അത് തന്നെ ചെയ്യുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പ്രമാണബദ്ധമായ അറിവില്ലാത്ത ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിനെ പുകഴ്ത്തി പറഞ്ഞ് അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ വിശ്വാസം തെറ്റാണെന്ന് അങ്ങ് വിളിച്ചു പറയുക. അപ്പം ഇത് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുന്നതാണ്. എം അക്ബറും ഇത് തന്നെയാണ് ചെയ്തത്. ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്ക് സുബൈർ പീഡിയക്കൽ അടക്കമുള്ള നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആളുകളോട് പറയാനുള്ളത്,
നിങ്ങളുടെ ഉസ്താദ് പണ്ട് ഈ പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് അറിയില്ലായിരുന്നു. ഇത് തടയാനൊന്നും അധികം പേരുണ്ടായില്ല, അധികം പേരെന്നല്ല ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്ബർ അങ്ങ് വളർന്നുപോയി. വളർന്ന അവസാനം പോലീസിനെ പേടിച്ച് നാടുവിടേണ്ട ഗതികെടുത്തി, അത് വേറെ വിഷയം. എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് ഇസ്ലാമിനെ പഠിച്ച, പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി പഠിച്ച ആളുകൾ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. കൃത്യമായി തന്നെ മറുപടി പറയാൻ കഴിവുള്ളവരുണ്ട്. സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കുണ്ട്. പിന്നെ ഓൺലൈനിൽ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന, സത്യത്തിൻ്റെ പോരാളികളെന്ന് നിങ്ങൾ മലയാളത്തിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താലും കിട്ടും. 1.5 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ സത്യമാർഗം.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇസ്ലാമിക വിഷയം മാത്രമാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെയും അതുപോലെ സാക്ഷിയുടെയും ഒക്കെ യൂട്യൂബ് ചാനലുകളുണ്ട്. ഞങ്ങൾ അതിലൂടെ വീഡിയോ ക്ലിപ്പുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആൾക്കാരോട് പ്രത്യേകം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതാണ്. ക്രൈസ്തവർക്കെതിരെ മുൻപ്, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ മുൻപ് നിങ്ങൾ സംസാരിച്ച പോലെയല്ല ഇപ്പോൾ സംസാരിച്ചാലുണ്ടാകുന്നത്. ഞങ്ങളെപ്പോലുള്ളവരോട് മറുപടി പറയാനുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതൊരു അപേക്ഷയായിട്ടൊന്നും ആരും കൂട്ടണ്ട, ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു താക്കീതായിട്ട് തന്നെ എടുത്തോ. ക്രൈസ്തവ വിശ്വാസം പൊള്ളയാണ്, ത്രിയേകത്വം വിശ്വസിക്കുന്നവർ നരകത്തിൽ പോകും, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുടെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ക്രൈസ്തവരുടെ വിശ്വാസത്തിനെ അധിക്ഷേപിക്കുമ്പോൾ തിരുവചനം പറയുന്നത്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് ഉചിതമായ വിധത്തിൽ മറുപടി പറയാനായതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാം, അത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണാം. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഈ പരിപാടിയിൽ ഒരു മുസ്ലിം സ്നേഹിതൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടി അവർ കൊടുത്തില്ല, നമ്മളതിവിടെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുബൈർ എന്നാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുബൈർ എന്നാണ്. ഞാൻ കുറേ അധികം വർഷമായിട്ട് ഗൾഫിലാണ്, ദുബായിലാണ്. ഞാൻ പ്രത്യേകിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ച ഇവിടെ സ്വാമിയും അച്ഛനും ഒക്കെ സംസാരിച്ചു. എന്തുകൊണ്ട് നമ്മളറിയാൻ ശ്രമിക്കുന്നില്ല? ഞാൻ അറിഞ്ഞ ഇസ്ലാം ഈ മറ്റു വിഭാഗീയതയോടുകൂടി പല വിഭാഗങ്ങളായി പിരിഞ്ഞുകൊണ്ട് വിവിധ രീതിയിലുള്ള അതിനൊരു പരിഹാരം എന്ന നിലക്ക് ദുബായിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിം എന്നൊരു സംഘടന തുടങ്ങി. അതിലൂടെ വളരെയധികം പേരെ ഉൾക്കൊള്ളിക്കുകയും എൻ്റെ കേരള.com എന്ന് പറഞ്ഞ് ഒരു പോർട്ടൽ തുടങ്ങുകയും പലതും ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഒന്നും വിജയം കാണാൻ പറ്റുന്നില്ല. കാരണം അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നു, സംസ്ഥാന സമ്മേളനം നടത്തുന്നു. എന്തുകൊണ്ട് നിങ്ങളെ സഹോദര സംഘടനകളെ വിളിച്ചിട്ടിരുത്തിയിട്ട് അസ്സലാമു അലൈക്കും യാ അഖി, വഅ്തസിമു ബിഹബിലില്ലാഹി ജമിഅ, നമ്മ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്കേണ്ടവരാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാത്തതിൽ എനിക്ക് വളരെ വേദനയുണ്ടെന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരമായിട്ടും മറ്റു പലരായിട്ടും വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു പ്രത്യേക വിഭാഗക്കാരനല്ല, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്, നിങ്ങളെപ്പോലെ വലിയ ആരുമല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. നമ്മുടെ കൗമിന് ഏറ്റവും വലിയ കാര്യം അള്ളാഹു കലാമരയ്ക്കത് വായിക്കുക, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ ശരിക്കും വായിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയില്ല. എല്ലാ മുസ്ലിമുകളും അവര് സഹോദരന്മാരാണെന്നും അവരെല്ലാം ഒന്നിച്ചു പോകണമെന്നും ഇത് വിവിധ പ്രസ്ഥാനങ്ങളിലായിട്ട് വിഘടിക്കേണ്ടതല്ല. ഏകോദര സഹോദരന്മാരായിട്ട് അവരെ വന്ന് ഇപ്പൊ ആ സാമിനെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിക്കാൻ തോന്നി, ഹൃദയത്തിലൊരു സ്നേഹം തോന്നി. കാരണം അദ്ദേഹം പറയുന്നത് വളരെ സത്യമാണ്. അത് നമ്മളെ ശരിക്കും കളിയാക്കിയ പോലെയാണ് പറഞ്ഞത്. നമ്മളെ കൂട്ടായ്മയില്ലായും നമുക്കൊരു അരക്ഷിതാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുകയാണ്. നമ്മൾ തന്നെ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെന്ന് കൂട്ട്, ഈ 40 കുട്ടികളുണ്ട്, അതിനൊരു ടീച്ചറാണ്. പക്ഷെ ആ ടീച്ചർ ഏകപക്ഷി അത് ഏകപക്ഷി. ഞാൻ പറയുന്നത് ദയവായി ആ ചോദ്യം കേൾക്കണം. ചോദ്യം അത് വരണമല്ലോ. ഒരു ഏകപക്ഷിയല്ല. നമുക്ക് സ്വയം തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്.
മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പോകുന്നു. ഇതിന്റെ ആവശ്യം എന്ത്? നമ്മൾ ഒറ്റക്കെട്ടായി എന്നുള്ള നിലക്ക് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ്. അവന് 5 നേരം നിസ്കരിക്കുന്നു ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട്. എന്തുകൊണ്ട് അവനെ പോയി കെട്ടിപ്പിടിച്ചുകൂടാ? അതാണ് ആദ്യം ചെയ്യുന്നത്. അതായത് സ്വാമിമാരെ അച്ഛന്മാരെല്ലാം കെട്ടിപ്പിടിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. നാട്ടുകാരെ കൊണ്ടുവന്ന് അവരറിഞ്ഞ ഇസ്ലാമിനെ പറ്റി പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വന്തം മതത്തിലെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇസ്ലാമിനെ കുറിച്ച് നാട്ടുകാരോട് പറയുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഒരു മതത്തിലെ പണ്ഡിതൻ എന്ന് പറയുന്നത് ആ മതത്തിലെ പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും, അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് ആധികാരികത കൂടും. അപ്പം അങ്ങനെയുള്ളവരെ ഇസ്ലാമിനകത്ത് പല വിഭാഗങ്ങളുണ്ട്, ധാരാളം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ശത്രുതയിലാണ്. അതാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ പൊരുൾ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് സ്വാമിമാരെയും അച്ഛന്മാരെയും കൊണ്ടുവന്നതിന് പകരം മറ്റ് ഇസ്ലാം ഗ്രൂപ്പുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശരിയാണ്, നല്ല പ്രസക്തമായൊരു ചോദ്യമാണ്, ശരിയായ നിലപാടാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കിതാബ് ഇതിന് സമ്മതിക്കില്ല. ഒരുമിച്ച് നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രമാണം അത് സമ്മതിക്കില്ല. അതാണ് ഇവരുടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിനെ കുറിച്ച് പറയാൻ നമ്മൾ പുറമേ നേരത്തെ പറഞ്ഞു ആരെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ആ ഒരു നിലപാട് അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഖുർആനിനകത്തും ഹദീസിനകത്തും മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് അവരെ മുമ്പാകെ ചെല്ലാൻ പറ്റുന്നതല്ല. ഇവരുടെ പ്രവാചകനുണ്ടല്ലോ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം 51 വയസ്സ് പ്രായമുള്ള സമയത്ത് കേവലം 5 വയസ്സും 10 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ച ആളാണ്. അത് നമുക്ക് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 69 കാണാനായിട്ട് പറ്റും. ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് അദ്ദേഹം സ്വന്തം വളർത്തുവാൻ്റെ ഭാര്യയെ, അതോടെ ജെറി ഓർമ്മിപ്പിക്കുകയുണ്ടായി. വളർത്തുമകൻ്റെ ഭാര്യ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടപ്പോൾ വളർത്തുമകനെ കൊണ്ട് അവളെ വിവാഹമോചനം ചെയ്യിച്ചതിന് ശേഷം പുള്ളി അവളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭാര്യയാക്കിയിട്ടുണ്ട്. അത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 8 ആ ഹദീസിലുണ്ട്. പിന്നെ ഹിസ്റ്ററി ഓഫ് അൽ തബരിയിലുണ്ട്, ബുക്കാരിയിൽ പലയിടത്തും അത് കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഗൈബർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെയുള്ള യഹൂദന്മാർ താമസിക്കുന്ന ഒരു യഹൂദ സെറ്റിൽമെൻ്റാണ്. ആ ഗൈബർ ആക്രമിച്ച് അവിടെയുള്ള കുറേ പേരെ വധിച്ചു, ബാക്കിയുള്ളവരൊക്കെ അടിമകളായി പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പുരുഷപ്രായമെത്തിയ സകല ആണുങ്ങളെയും കൊന്നുകളയണം. എങ്ങനെയാണ് പുരുഷപ്രായം എത്തിയോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞതെന്നറിയാമോ? വസ്ത്രം ഊരിയിട്ട് ഗുഹ്യഭാഗത്ത് രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. രോമം മുളച്ചവരെയൊക്കെ പ്രായപൂർത്തിയായിട്ട് എണ്ണി. ഏകദേശം ഒരു 14-15 വയസ്സ് പ്രായത്തിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. അവിടെ നിന്നുള്ള എല്ലാ ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. അത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 84 അതുപോലെ ഇബ്നു ഹിഷാമിൻ്റെ സീറയിലുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹം ബദർ യുദ്ധം എന്ന് പറയുന്ന ഇവരുടെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ 24 ഖുറൈശി പ്രമാണികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചില്ല, അവിടെ വെറുതെ ഇടാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നിട്ട് ഈ ഡെഡ് ബോഡി എല്ലാം എടുത്തൊരു കിണറ്റിലിടാൻ കൽപ്പിച്ചു. അവർ അനുയായികൾ അതിട്ടു. കിണറ്റിലിട്ടതിന് ശേഷം ഇദ്ദേഹം ആ കിണറിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് ഡെഡ് ബോഡികളെ പരിഹസിക്കുകയാണ്. ഇന്നവൻ്റെ മകൻ ഇന്നവൻ്റെ മകൻ ഓരോരുത്തരുടെയും പേര്, അപ്പൻ്റെയും മകൻ്റെയും പേര് ചേർത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉമർ ചോദിച്ചു, അല്ല പ്രവാചകരെ, അവർ മരിച്ചു പോയില്ല, അവർ ശവങ്ങളല്ലേ? മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾ എന്നെ കേൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാതിരിക്കുകയാണ്. ഇത് സ്വഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1559 അതുപോലെ ഇവരുടെ പ്രവാചകൻ ഒരിക്കൽ യുദ്ധത്തിന് പോകുന്നു, ഹവാസിൻ ഗോത്രക്കാരുമായിട്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു വഴിയാത്രക്കാരൻ അവിടെ ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ടായിരുന്നു. ഇവരുടെ ഭാഗത്താണെങ്കിൽ വാഹനമൃഗങ്ങളൊക്കെ കുറവാണ്, നടന്നും ഇതൊക്കെയായിട്ടാണ് ഒട്ടകപ്പുറത്തിരിക്കുന്നവർ. ഒരാൾ ഇറങ്ങുമ്പോൾ അടുത്ത ആൾ കയറും, അങ്ങനെയൊക്കെ പോവുക. അപ്പോഴാണ് ഈ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് പോകുന്നത് കണ്ടത്. ഒരു സാധാരണ വഴിപോക്കൻ യാതൊരു കാരണവും കൂടാതെ ആ വഴിപോക്കനെ കൊന്നുകളഞ്ഞു. കൊന്നിട്ട് അവൻ്റെ ഒട്ടകവും ഇതൊക്കെ പിടിച്ചെടുത്തു. സാധാരണഗതിയിൽ ശിക്ഷിക്കേണ്ടതാണ്, മുഹമ്മദ് അല്ല ചെയ്യുന്ന ഒരു അനുയായിയാണ്, ശിക്ഷിക്കേണ്ടതാണ്. ശിക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് അതിനെ അഭിനന്ദിച്ചിട്ട് ആ പിടിച്ചെടുത്ത ഒട്ടകമൊക്കെ അവനങ്ങ് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. ഇത് നമുക്ക് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 45 കാണാനായിട്ട് പറ്റും. അതുപോലെ ഒരിക്കൽ
ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളുമായി കുറേ ഭാര്യമാരുണ്ട്. അതിലൊരാൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു ഭാര്യയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവ് മുഹമ്മദ് അല്ല വേറെ ഒരാളാണെന്നും പറഞ്ഞൊരു ആരോപണം വന്നു. വേറൊരു വ്യക്തിയുമായിട്ട് മുഹമ്മദിൻ്റെ ഭാര്യയ്ക്ക് രഹസ്യബന്ധമുണ്ടെന്ന്. ഉടനെ തന്നെ മുഹമ്മദ് പറഞ്ഞു അവനെ കൊല്ലാൻ പറഞ്ഞു. അലി എന്ന് പറയുന്ന മരുമകനെയാണ് വിടുന്നത്. അവനെ കൊല്ലാൻ പറഞ്ഞു വിട്ടു. ചെന്ന സമയത്ത് അവൻ്റെ ഭാഗ്യത്തിന് അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലി എന്ന് അവൻ്റെ കൈക്ക് പിടിച്ച് വാളെടുത്ത് വെട്ടാൻ പോകുന്ന സമയത്ത് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ ലിംഗം മുറിഞ്ഞു പോയിരിക്കുന്ന ഒരാളായിരുന്നു അവൻ. അപ്പോൾ ലിംഗം മുറിഞ്ഞു പോയതുകൊണ്ട് പിന്നെ അവന് മറ്റേ കുഞ്ഞിൻ്റെ അപ്പൻ ഇവനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അലി അവനെ കൊല്ലാതെ പോന്നിട്ട് പറഞ്ഞു പ്രവാചകനെ അദ്ദേഹത്തിന് ലിംഗം ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 59 കാണാനായിട്ട് പറ്റും. മരണക്കിടക്ക് ഇദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് പോലും ഇദ്ദേഹം ഈ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 5 ഹദീസ് നമ്പർ 22 ഇങ്ങനെ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേറൊരു ഹദീസുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളുടെ പാപം അള്ളാഹു ക്ഷമിച്ചു കൊടുക്കും, അവരെ അള്ളാഹു നരകത്തിലേക്ക് വിടില്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നൊരു ഹദീസ്. സുനാൻ അന്നസായി വോളിയം 1 ബുക്ക് 25 ബുക്ക് ഓഫ് ജിഹാദ് ഹദീസ് നമ്പർ 3175 ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് മരിച്ച് കേവലം 5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ വിട്ടിരുന്നു അന്നത്തെ ഖലീഫ ഉമർ. ഈ ഹദീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ എങ്ങനെയാണ് പൊതുജന സമക്ഷം ഇദ്ദേഹം ഞങ്ങളുടെ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുകയില്ല. ഒരാൾക്കും പറ്റുകയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇവരെ കളിയാക്കി ഓടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പ്രമാണത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരു മിണ്ടുകയില്ല. പ്രമാണത്തിലെ കാര്യങ്ങളൊന്നും പറയാതെ മുസ്ലിം സുഹൃത്തുക്കളെ കണ്ടിട്ട് അവരിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ച ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇതൊക്കെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു 100-500 കൊല്ലം മുമ്പ്, 15-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ പൊതുജനത്തിൻ്റെ മുമ്പാകെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ആ കാലഘട്ടത്തിലെ ജനങ്ങളൊക്കെ ഈ വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരെ വീരശൂര പരാക്രമികളൊക്കെ ആയിട്ടാണ് അന്ന് ഗണിച്ചിരുന്നത്. അങ്ങനെ ഗണിച്ചിരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ മുഹമ്മദിൻ്റെ അനുയായികൾ 11-12 നൂറ്റാണ്ട് മുമ്പ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. കാരണം ഞങ്ങളുടെ പ്രവാചകൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് അവർക്ക് ഭയങ്കര പാരയായിട്ട് തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ പൊതുജനത്തിൻ്റെ മുമ്പാകെ പറയാൻ പറ്റില്ല. ഇതാണ് ഇവരുടെ പ്രവാചകൻ്റെ സ്ഥിതി. ഏതായാലും ഇദ്ദേഹം ഈ ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ മറുപടി, മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പരസ്പരമുള്ള അടി അവസാനിപ്പിച്ച് ഐക്യപ്പെട്ട് നിന്നുകൂടാ, ഒരുമിച്ച് നിന്ന് ലോകത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഇസ്ലാമിനെ പുകഴ്ത്തി പറയേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ കാതൽ. അപ്പോൾ ആ വിഷയത്തിലേക്ക് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ വിവരിക്കാനായിട്ട് പോകുന്നത്. ലോകത്ത് വിവിധങ്ങളായ ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പും കീരിയും പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നമുക്കറിയാം, ഈജിപ്തിൽ ഒരു സൂഫി പള്ളിയിൽ പോയിട്ട് സുന്നികൾ ബോംബ് പൊട്ടിച്ചു, ഇല്ലേ? 235-ലധികം ആളുകൾ അന്നത്തെ ഒറ്റ ദിവസം തന്നെ മരിച്ചുപോയി. പിന്നെ ആശുപത്രി കിടന്ന് മരിച്ചത് വേറെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭിന്നതയുണ്ടാകുന്നു, ഭിന്നതയുള്ളവർ അന്യോന്യം കൊല്ലാൻ ശ്രമിക്കുന്നു? ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഹദീസുകളിൽ അതിന് ഉത്തരമുണ്ട്. ഇവരെല്ലാം പല വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ച് നിൽക്കുന്നെങ്കിലും ഇവരൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമുള്ളൂ. അത് തൗഹീദ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവത്തിലുള്ള വിശ്വാസമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വം. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഈ തൗഹീദ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുവൻ തൗഹീദിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ ശിർക്കിലാണ് വിശ്വസിക്കുന്നതെന്ന് അവർ പറയും. ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവാരാധന, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടാത്ത പാപം. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അതാണ്. അള്ളാഹു ക്ഷമിക്കാത്ത പാപം, അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന, അള്ളാഹുവിന് പങ്കാളികളെ ചേർക്കുന്ന അള്ളാഹു ഒരിക്കലും ക്ഷമിക്കുകയില്ല. അത് ശിർക്കാണെന്ന് അവർ പറയുന്നു. അപ്പോൾ തൗഹീദ് അല്ലെങ്കിൽ ശിർക്ക് ഇത് രണ്ടുമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. അതിനെതിരായിട്ട് തൗഹീദിനെതിരായിട്ടുള്ളത് അവരുടെ കയ്യിലുള്ളത് ശിർക്കാണ്. ഈ തൗഹീദ് എന്നുള്ള പദം ഖുർആനിനകത്തില്ല, അത് നമ്മൾ ഓർക്കണം. ഇവർ നമ്മളോട് ചോദിച്ചു വരാറുണ്ട്, ത്രിയേകത്വം എന്നുള്ള പദം അല്ലെങ്കിൽ തൃത്വം എന്നുള്ള പദം നിങ്ങൾ ബൈബിളിനകത്തൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു വരാറുണ്ട്. നമുക്കറിയാം അങ്ങനെ ഒരു പദമില്ല. ആ ഉപദേശം ബൈബിളിനകത്തുണ്ട്, പക്ഷെ ആ പദമില്ല. അത് തന്നെയാണ് അവരുടെ അവസ്ഥ. അവിടെ തൗഹീദ് എന്നുള്ള പദമില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവർ ഈ തൗഹീദ് എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ എന്താണ് തൗഹീദ് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെള്ളം കുടിക്കും. അവർക്ക് അറിഞ്ഞുകൂടാ. 1400 കൊല്ലമായിട്ട്
ഇസ്ലാമിക ലോകത്ത് ഒരാളും ഇന്ന് വരെ കൃത്യമായി തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് നിർവചിച്ചിട്ടില്ല, നിർവചിക്കാൻ കഴിയുകയുമില്ല. കാരണം അത് യുക്തിക്ക് നിരക്കുന്നൊരു സംഭവമല്ല. ഈ തൗഹീദിനെ കുറിച്ച് ഇവർ പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം, ക്രൈസ്തവ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഒരു ചോദ്യം ചോദിച്ചാൽ അത് തീരുന്ന അത്രയേ ഉള്ളൂ. ഈ തൗഹീദ് ഇസ്ലാമിനകത്ത് ഖുർആൻ്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സ്ഥാനം എന്താണ് ഇസ്ലാമിനകത്ത് എന്നൊരൊറ്റൊരു ചോദ്യം ചോദിച്ചാൽ മതി, അവിടെ തീരും തൗഹീദ്. കാരണം ഇവരുടെ വിശ്വാസമനുസരിച്ച് ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ്. ആ വചനത്തെക്കുറിച്ച് ഇവരുടെ ഇടയിൽ ആ വചനം എങ്ങനെയുള്ളതാണെന്നതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ 9 അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനം എന്നുള്ളതിനെക്കുറിച്ച് അവർ 9 അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഖുർആൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് 9 അഭിപ്രായമാണ്. ഈ 9 അഭിപ്രായത്തിന് പ്രബലമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഖുർആൻ സൃഷ്ടിയല്ല എന്നുള്ളതാണ്. ഖുർആൻ സൃഷ്ടിയല്ല. അങ്ങനെ വരുമ്പോൾ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വരുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്. സൃഷ്ടിയല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രപഞ്ചത്തിൽ വേറെയുള്ളത്? സ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. സൃഷ്ടിയും സ്രഷ്ടാവും അല്ലാതെ മൂന്നാമതൊന്നുമില്ല. അപ്പോൾ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വന്നാൽ പിന്നെ ഖുർആൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? സ്രഷ്ടാവായി മാറി. അങ്ങനെ വരുമ്പോൾ അള്ളാഹു ഒരു സ്രഷ്ടാവ്, ഖുർആൻ വേറൊരു സൃഷ്ടാവ്. അപ്പോൾ എത്ര ദൈവങ്ങളുണ്ട്? 2 ഉണ്ട്. തൗഹീദ് അവിടെ പൊളിഞ്ഞു. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകത്വമാണ്, അള്ളാഹു ഏകനായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഏകനാണെന്നുള്ളത് അവരുടെ വാദം. പക്ഷെ അതിവിടെ പൊളിയും. ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇത് പൊളിയും. മാത്രമല്ല, ഖുർആനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന 9 അഭിപ്രായങ്ങളിൽ പ്രബലമായ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഖുർആൻ നിത്യമായി നിലനിൽക്കുന്നതാണെന്നാണ്. ഖുർആൻ എന്നേക്കും നിത്യമായിട്ട് നിലനിൽക്കുന്നു. അതും പ്രശ്നമാണ്. കാരണം നിത്യമായി നിലനിൽക്കുന്നത് ആരാ? ദൈവം മാത്രമാണ്. വേറെ ഒന്നും നിത്യമായി നിലനിൽക്കുന്നില്ല. അപ്പോൾ ഖുർആൻ നിത്യമായി നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഖുർആൻ ദൈവമാണെന്നാണ് അവർ സമ്മതിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും തൗഹീദ് പൊളിയും. അപ്പം ഇതൊരു പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏകദേശം ഹിജ്റ 4-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് കാലത്ത് ചിലർ എഴുന്നേറ്റു. അവർ മുതസല്ലികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുതസല്ലികൾ ഖുർആൻ്റെ നിത്യതയെയും അതുപോലെ തന്നെ ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള വാദത്തെയൊക്കെ അവരങ്ങ് നിരസിച്ച് കളഞ്ഞു. അത് വെറുതെ അല്ല, അവർ 3 കാരണങ്ങൾ അതിന് പറഞ്ഞിരുന്നു. വളരെ ക്ലിപ്പ് ഒന്നിടണം. ഒന്ന്, അവർ പറയാണ് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് വേർപെടുത്താൻ പറ്റുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ ഭാഗമല്ല, അള്ളാഹുവിൽ നിന്ന് വേർപെടുത്താൻ പറ്റുന്നതാണ്. 2, ഖുർആൻ നിത്യമാണെങ്കിൽ 2 നിത്യതകൾ ഉണ്ടാകും, അത് തൗഹീദിന് വിരുദ്ധമാണ്. 3, ഖുർആന് ആരംഭവും അവസാനവും ഉണ്ട്, ആരംഭവും അവസാനവുമുള്ള ഒന്നും ഒരിക്കലും നിത്യമായിരിക്കില്ല. അതുകൊണ്ട് ഇത് ഖുർആൻ നിത്യമാണെന്നുള്ള വാദത്തെ അവരങ്ങ് നിഷേധിച്ച് കളഞ്ഞു. ഇവരിങ്ങനെ ഒരു വാദമായിട്ട് വരാൻ കാരണക്കാരൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഓഫ് ഡമാസ്കസ് എന്നാണ്. ഡമാസ്കസിലുണ്ടായിരുന്ന ഒരു ബിഷപ്പാണ്. അപ്പോൾ അദ്ദേഹം ഈ ചോദ്യം നാം നേരത്തെ ചോദിച്ചത് തന്നെയാണ്. ഇസ്ലാമിൽ ഖുർആൻ്റെ സ്ഥാനം എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ജോൺ ഓഫ് ഡമാസ്കസ് പറഞ്ഞു, ക്രൈസ്തവരായ ഞങ്ങൾക്ക് 2 ദൈവവചനമുണ്ട്. ഒന്ന് എഴുതപ്പെട്ട ദൈവവചനം, അത് ഞങ്ങളുടെ കൈവശമിരിക്കുന്നു. 2 സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. ഒന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നു, ഒന്ന് ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. അത് എഴുതപ്പെടാത്ത ദൈവവചനമാണ് യേശു ക്രിസ്തു. എഴുതപ്പെട്ട ദൈവവചനമുണ്ട്, എഴുതപ്പെടാത്തതുമുണ്ട്. അപ്പോൾ എഴുതപ്പെട്ട ദൈവവചനം അദ്ദേഹം പറഞ്ഞത് നിത്യമായതല്ല, അതിന് ആരംഭവും അവസാനവും ഉണ്ട്. അത് നശിപ്പിക്കാൻ പറ്റും, കത്തിച്ച് കളയണമെങ്കിൽ കത്തിച്ച് കളയാം. മാത്രമല്ല ഈ ബൈബിള് ഇത് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരായി ജീവിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന കൽപ്പനകൾ അടങ്ങിയ പുസ്തകമാണ്. എന്നാൽ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഞങ്ങൾക്കിത് ആവശ്യമില്ല. അവിടെ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനെ സദൃശ്യന്മാരായിട്ടായിരിക്കും അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല, അവിടെ ഞങ്ങൾക്ക് വേറെ ദൈവവചനമുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആ ഒറ്റ വചനമല്ലേ ഉള്ളൂ, ഖുർആൻ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് അസ്തിത്വം കൽപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ഥാനം എന്താണ്? അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സ്ഥാനം എന്താണ്? അപ്പോൾ ജോൺ ഓഫ് ഡമാസ്കസ് ഇതും കൂടി പറഞ്ഞു സങ്കീർത്തനത്തിൽ നിന്ന്. അടുത്ത ക്ലിപ്പ് ഇട്ട ബ്രദറെ. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ആ വാക്യം
പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വചനം സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള വചനമാണ്, വചനം ദൈവമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ആദിയിൽ വചനം ഉണ്ടായിരുന്നുള്ള ആ ഭാഗം അത് വേഗം ഒടിച്ചു പോകേണ്ടി വരും ബ്രദറെ, വിട്ടോ. എന്നിട്ട് പിന്നെ യോഹന്നാൻ 1:14 അദ്ദേഹം പറഞ്ഞു, ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനം തന്നെയാണ് ജഡമായി ഭൂമിയിലേക്ക് വന്നത്. ആ വചനം അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് അപ്പോസ്തലന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനം അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. ഞങ്ങൾ അവനെ ദൈവമായിട്ട് തന്നെ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ദൈവവചനത്തിന് നിത്യാസ്തിക്യമുണ്ട്. അത് ആ വചനം സ്രഷ്ടാവാണ്, സൃഷ്ടി നടത്തിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇസ്ലാമിനകത്ത് നിങ്ങളുടെ വചനത്തിൻ്റെ സ്ഥാനം എന്താണ്, അതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യം ഇദ്ദേഹം ചോദിക്കാൻ തുടങ്ങിയതോടെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ സത്യം പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ. കാരണം ഖുർആൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് ഖുർആനിനകത്ത് ഇവരുടെ ജിബ്രീൽ എന്ന് പറയുന്ന ഒരാളാണ് ഇവർക്ക് മുഹമ്മദിന് സന്ദേശമൊക്കെ കൊടുത്തിരുന്നത്. ജിബ്രീൽ പറഞ്ഞിട്ടില്ല, ഹദീസിനകത്ത് മുഹമ്മദും പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ സ്ഥാനം എന്താണെന്ന്. അതുകൊണ്ടാണ് ഇവർ ഈ വ്യത്യസ്തമായ 9 അഭിപ്രായങ്ങളൊക്കെ വന്നതിൻ്റെ കാരണം അതാ. പണ്ഡിതന്മാർ ഓരോന്ന് ആലോചിച്ച് ഓരോരോ അഭിപ്രായം പറയുക, ഖുർആൻ ഇങ്ങനെയാണ്, ഖുർആൻ ഇങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ 9 അഭിപ്രായം വന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാം നേരത്തെ കണ്ടതുപോലെ മുതസല്ലികൾ ഖുർആൻ തൗഹീദ് തകരാതിരിക്കാൻ വേണ്ടി ഖുർആൻ്റെ നിത്യതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ ബാക്കിയുള്ള മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളെല്ലാം അതിനെ എതിർത്തു. മുതസല്ലികളുടെ വാദം യുക്തിക്ക് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ പ്രമാണത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് അവർ അതിനെയൊക്കെ തള്ളിക്കളയുകയും ചെയ്തു. ഇവിടെ വേറൊരു കാര്യം കൂടി, ഈ 9 അഭിപ്രായങ്ങളിൽ ഖുർആനെ സംബന്ധിച്ചുള്ള 9 അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ഇത് അക്ഷരരൂപത്തിലല്ല, ഖുർആൻ അക്ഷരരൂപത്തിലല്ല, വാക്കുകളും സ്വരങ്ങളുമായിട്ടാണ് നിലനിന്നതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. എല്ലാവരും അംഗീകരിക്കുന്നില്ല, പക്ഷേ പ്രബലമായൊരു അഭിപ്രായമാണ്. അവരുടെ വാദം അത് കേൾക്കാൻ കഴിയുന്നതാണ്, പക്ഷെ വായിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അക്ഷരങ്ങളൊന്നുമില്ല, സ്വരങ്ങളായിട്ട് മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വാദത്തിനെതിരായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇതെല്ലാം മുസ്ലിം പണ്ഡിതന്മാർ തന്നെ കൊണ്ടുവരുന്നതാണ്, ഈ എതിർവാദങ്ങളൊന്നും നമ്മളാരും കൊണ്ടുവന്നതല്ല, ഞാനിവരുടെ ചരിത്രത്തിൽ നിന്ന് കിട്ടിയത് ഇവിടെ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഈ ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം വേണ്ടേ, മാധ്യമമില്ലാതെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഖുർആൻ നിത്യമാണെന്ന് നമ്മൾ വാദിക്കുകയും ഇത് നിത്യതയിലേ ഉള്ളതാണ്, പക്ഷേ പുസ്തക രൂപത്തിലല്ല, വാക്കുകളും സ്വരങ്ങളായിട്ട് മാത്രമാണ്, ഇത് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കേൾക്കണമെങ്കിൽ ഒരു മാധ്യമം വേണം, ഈ മാധ്യമവും എന്തായിരിക്കണം, നിത്യമായിട്ടുണ്ടായിരിക്കണം, അല്ലേ? മാധ്യമവും നിത്യമായിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ തൗഹീദ് വീണ്ടും പൊളിഞ്ഞു. കാരണം എന്താ, മൂന്നാമതൊരു നിത്യതയും കൂടി വന്നു. അള്ളാഹു നിത്യനാണ്, ഖുർആൻ നിത്യമാണ്, ഇപ്പോൾ അത് കേൾക്കാനുള്ള ആ മാധ്യമം അതും നിത്യമാണ്, ഇത് വീണ്ടും പൊളിയാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത കൂട്ടർ വന്നു. അവർ പറഞ്ഞു, ഖുർആൻ വാക്കുകളോ അല്ലെങ്കിൽ സ്വരങ്ങളോ ശബ്ദങ്ങളായിട്ടൊന്നുമല്ല, ഇത് ആശയമായിട്ടാണ് നിലനിന്നത്. അള്ളാഹുവിൻ്റെ ഉള്ളിൽ ആശയമായിട്ട് നിലനിന്നു, ആശയരൂപത്തിലേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. എന്നിട്ട് മുഹമ്മദിൻ്റെ കാലത്ത് ഈ ആശയങ്ങളെ വാക്കുകളായി ജിബ്രീൽ മുഹമ്മദിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന്. അപ്പോൾ ഈ വാദത്തിനും പ്രശ്നമുണ്ട്. ഇതിനെതിർക്കുന്ന ആൾക്കാർ പറയുന്ന പോയിന്റ് ഇതാണ്. അവർ പറയുന്നത് ഖുർആൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ആശയരൂപത്തിലായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ആശയം പിന്നീട് അള്ളാഹു പ്രവൃത്തിവാദത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിനകത്തുള്ള സകലതും. അങ്ങനെയെങ്കിൽ ഖുർആനും മറ്റുള്ള എല്ലാ അള്ളാഹുവിൻ്റെ ഉള്ളിൽ ആശയരൂപത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഖുർആന് മാത്രം എന്താണ് ഇങ്ങനെ നിത്യത കൽപ്പിക്കുന്നത്? ബാക്കിയുള്ള ഈ സൃഷ്ടിക്ക് എല്ലാത്തിനും നിത്യത കൽപ്പിക്കേണ്ടേ, ഇതെല്ലാം നിത്യമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാദിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ അത് ഈ പ്രകൃതി മതത്തിൻ്റെ പ്രകൃതി ദൈവമാണെന്ന് വാദിക്കുന്ന ആളുകൾ, പ്രകൃതി മതത്തിൻ്റെ ഉപദേശമല്ലേ, നിങ്ങൾ തൗഹീദും തെറ്റിപ്പോയില്ലെന്ന് അവർ ചോദിച്ചു. അപ്പോൾ അവിടെ വീണ്ടും അവിടെയും ആ വാദം കൊണ്ടുവന്നവരുടെ മുമ്പാകെയും തൗഹീദ് പൊളിഞ്ഞു. ഇതിനെ മറികടക്കാൻ വേണ്ടി ഇമാം ഗസാലി എന്ന് പറയുന്നൊരു പണ്ഡിതൻ വന്നു. അദ്ദേഹം പ്രഗത്ഭനാണ്, ഇസ്ലാമിക ലോകത്ത് ഭൂരിഭാഗം പേര് അംഗീകരിക്കുന്നൊരു പണ്ഡിതനാണ്. പക്ഷേ ഈ വാദം ഒറ്റ മുസ്ലിങ്ങളും അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, വാക്കുകളോ ശബ്ദങ്ങളോ ഇല്ലാതെ അള്ളാഹുവിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ സത്തയാണ് ഖുർആൻ. അത് വാക്കുകളും ശബ്ദങ്ങളൊന്നുമല്ല, അള്ളാഹുവിൻ്റെ സത്തയാണ് ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എതിർത്തവർ പറഞ്ഞ ഒന്നാമത്തത്, ഖുർആൻ്റെ അകത്ത് തന്നെ പല വാക്യങ്ങളുണ്ട് ഖുർആൻ കേൾക്കാൻ പറ്റുന്നതാണ്, ഹദീസുകളുണ്ട് അതുപോലെ തന്നെ ഖുർആൻ കേൾക്കാൻ പറ്റുന്നതാണെന്ന്. അത് പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് അവർ വെച്ചു. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞത്,
ഈ മൻസൂക്ക് നസ്ക് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം എന്താണെന്ന്. അള്ളാഹു 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ മുഹമ്മദിന് കൊടുത്തതെന്ന് അവരുടെ വിശ്വാസം. ഈ 23 വർഷത്തിനുള്ളിൽ പുള്ളി പലവട്ടം വാക്കുകൾ മാറ്റിയിട്ടുണ്ട്. ഒരു കാലത്തൊരു കാര്യം പറയും, കാലം കുറേ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന് തോന്നി ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പുള്ളി അത് മാറ്റും, കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറെ ആയത്തിറക്കും. ഈ ഖുർആൻ്റെ അകത്ത് എണ്ണമറ്റ വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾക്ക് കാരണം ഇതാണ്. ഒരു കാലത്തൊരു കാര്യം പറഞ്ഞു, പിന്നീട് അത് ശരിയാവില്ല എന്ന് തോന്നുമ്പോൾ അള്ളാഹു അതങ്ങ് മാറ്റിയിട്ട് വേറെ അങ്ങ് കൊണ്ടുവരും. അപ്പോൾ ഇതിനെയാണ് ഈ മൻസൂക്ക്, റദ്ദ് ചെയ്തു പോകുന്നതിനെ മൻസൂക്കെന്നും മറ്റേ നസ്കെന്നും പറയുന്നു. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, ആയത്തുണ്ട്. സൂറ 2:106 പറയുകയാണ്, വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ആയത്ത് പ്രകാരം അള്ളാഹുവിൻ്റെ വാക്കുകൾ റദ്ദ് ചെയ്യപ്പെടും. അള്ളാഹു റദ്ദ് ചെയ്ത് പുതിയത് കൊണ്ടുവരിക. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സത്തയാണെന്ന് വാദിച്ചാൽ റദ്ദ് ചെയ്യപ്പെടുന്ന സാധനം എന്താ? അള്ളാഹുവിൻ്റെ സത്തയാണ് റദ്ദ് ചെയ്ത് കളയുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കൂടുതൽ നല്ലത് അല്ലെ, കൂടുതൽ ഉത്തമമായത്. അപ്പം അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സത്തയിൽ മോശവുമുണ്ട്, കൂടുതൽ ഉത്തമമായതുമുണ്ട്. അപ്പോൾ ഈ വാദം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമായി. അത് മാത്രമല്ല, ഇത് ഖുർആൻ അള്ളാഹുവിൻ്റെ സത്യമാണെന്ന് വാദിച്ചാൽ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഖുർആനകത്തൊരു വെല്ലുവിളിയുണ്ട്. സൂറ 11:13. അതിങ്ങനെയാണ്, അല്ല അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുക. എന്നാൽ ഇതുപോലെയുള്ള 10 അധ്യായങ്ങൾ ചമച്ചുണ്ടാക്കിയത് നിങ്ങൾ കൊണ്ടുവരുമോ? അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെയെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളുകയും ചെയ്യുക. അള്ളാഹു വെല്ലുവിളിക്കുകയാണ്, മനുഷ്യരെ വെല്ലുവിളിക്കുക. എന്തിനാണ്? ഈ ഖുർആനിലുള്ളതുപോലത്തെ ഒരു 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവാ എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സത്തയാണെന്ന് വാദിച്ചാലുള്ള പ്രശ്നം എന്താ? അള്ളാഹുവിൻ്റെ സത്ത കൊണ്ടുവരുവാൻ അള്ളാഹു സൃഷ്ടികളെ വെല്ലുവിളിക്കുകയാണ്. ആലോചിച്ച് നോക്ക് അതിൻ്റെ ആ പോരായ്മ. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വാദവും ഒഴിഞ്ഞുപോയി. ഖുർആൻ അള്ളാഹുവിൻ്റെ സത്തയാണെന്നുള്ള വാദവും ഒഴിഞ്ഞുപോയി. അപ്പം ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങൾ, ഈ തൗഹീദിനെ രക്ഷിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിൽ ഓരോരോ അഭിപ്രായങ്ങൾ ഇവർ കൊണ്ടുവന്നെങ്കിലും ഒരഭിപ്രായവും നിലനിന്നില്ല. എല്ലാം എതിർ വിഭാഗക്കാർ ഓരോ അഭിപ്രായം കൊണ്ടുവന്ന് അതിനെ ഖണ്ഡിച്ച് കളഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴും കൊല്ലം 1400 ആയല്ലോ, ഇപ്പോഴും ഇസ്ലാമിനകത്ത് ഖുർആൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതാണ് ഇവരുടെ സ്ഥിതി. ഇനി തൗഹീദിനെ രക്ഷിക്കാൻ വേണ്ടി ചിലർ പറഞ്ഞല്ലോ ഈ ഖുർആൻ സൃഷ്ടിയാണ്, മറ്റവർ പറഞ്ഞ് സൃഷ്ടിയല്ല എന്നാണ് വാദിച്ചത്, നിത്യമായതാണെന്നും വാദിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു അങ്ങനെയല്ല, ഇത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ഈ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നവുമുണ്ട്. അള്ളാഹുവിൻ്റെ വചനം അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ അതുണ്ടായിരുന്നില്ല. അള്ളാഹുവിന് വചനം ഉണ്ടായിരുന്നില്ല. വചനമില്ലാത്ത ആളെ, സംസാരിക്കാൻ കഴിയാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക? ഊമ എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അള്ളാഹു ഊമനായിരുന്നു, മിണ്ടാൻ പറ്റൂല, അള്ളാഹു ഊമനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഊമനായിരിക്കുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ആ വാദക്കാർ പറഞ്ഞു അത് ശരിയാവില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇത് സൃഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് പറയാൻ പറ്റുന്നില്ല, സൃഷ്ടി അല്ലേ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റുന്നില്ല. ഇത് ഓരോ വിധത്തിൽ എന്താണെന്നറിയാതെ അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനെ കാണുന്നത്. എന്താണെന്ന് അവർക്ക് ഇന്ന് വരെ പിടികിട്ടിയിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇതിങ്ങനെ പ്രശ്നമായി, ഇത് അവസാനം ഇടങ്ങാറാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ നിർത്തി. എന്തുകൊണ്ടാണ് നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 നൂറ്റാണ്ട് കാലത്തോളം, ജോൺ ഓഫ് ഡമാസ്കസ് ചോദിച്ചതിന് ശേഷമുള്ള 3 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിക ലോകത്തിനകത്ത് അനേകരുടെ ജീവനും ജീവിതവും നശിപ്പിച്ച് കളഞ്ഞ സംഗതിയായിരുന്നു ഈ ചോദ്യം. ഇതിൻ്റെ പേരിൽ ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നവരും അല്ല എന്ന് വാദിക്കുന്നവരും, ഖുർആൻ നിത്യമാണെന്ന് വാദിക്കുന്നവരും അല്ല എന്ന് വാദിക്കുന്നവരും തമ്മിൽ പൊരിഞ്ഞ പോരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലും പല സഭാവിഭാഗങ്ങളുണ്ട്, അതുപോലെയുള്ള ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരുടെ പോരെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, സൂഫി പള്ളി കൊണ്ടുപോയിട്ട് സുന്നികൾ ബോംബിട്ട് 235 പേരെ കൊന്നു എന്നൊക്കെ. അതുപോലെയായിരുന്നു, അനേകരുടെ ജീവിതം എടുത്ത ചോദ്യമായിരുന്നു ജോൺ ഓഫ് ഡമാസ്കസിൻ്റെ ആ ചോദ്യം. എന്താണ് ഈ ഖുർആൻ്റെ സ്ഥാനം എന്താണെന്നുള്ള ഈ ചോദ്യം പലരുടെയും
ജീവൻ എടുത്തതാണ്. ഇങ്ങനെ 3 നൂറ്റാണ്ട് കാലത്തോളം പലരുടെയും ജീവൻ നശിപ്പിച്ച് കുറേ പേരെ ഓരോ സുൽത്താൻമാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം എന്താണോ വിശ്വസിക്കുന്നത്, ചില സുൽത്താൻമാർ വിശ്വസിച്ചിരുന്നത് ഖുർആൻ സൃഷ്ടിയാണെന്നായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെ പിടിച്ച് ജയിലിലിടും. അവരവിടെ കിടന്ന് നരകിച്ച് ചാവും. അല്ലെങ്കിൽ അതിനു മുമ്പേ സുൽത്താൻ ചത്തിട്ട് അടുത്ത സുൽത്താൻ വന്നാൽ ചിലപ്പോൾ അദ്ദേഹം ഈ ആദ്യത്തെ സുൽത്താനേക്കാളും വ്യത്യസ്തമായിട്ടായിരിക്കും, എതിരഭിപ്രായക്കാരനായിരിക്കും, ഖുർആൻ സൃഷ്ടി അല്ല എന്ന് വാദിക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജയിലിലുള്ളവരെയൊക്കെ പിടിച്ച് തുറന്നു വിടും, എന്നിട്ട് മറ്റവന്മാരെ പിടിച്ചകത്തിടും. ഇതിങ്ങനെ 3 നൂറ്റാണ്ട് കാലത്തോളം ജയിലിനകത്ത് പോക്കും വരവുമായിട്ട് പണ്ഡിതന്മാർ കാലം കഴിച്ചു. അവസാനം ഇവർക്ക് മനസ്സിലായി ഇത് മാങ്ങയാണോ മൂത്തത് മാവാണോ മൂത്തത് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂല എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലേൽപ്പിച്ചു കൊടുക്കുക, അദൃശ്യകാര്യങ്ങളെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു തീരുമാനിച്ചോട്ടെ, നമുക്ക് മരിച്ചു ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുക അള്ളാഹുവിനോട്, അപ്പോൾ അള്ളാഹു പറയും ഇത് സൃഷ്ടിയാണോ അല്ലയോ എന്നൊന്നും പറഞ്ഞ് ആ ചോദ്യം അങ്ങ് അവർ വിട്ടിരിക്കുകയാണ്. ഇന്നും നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു, ജോൺ ഓഫ് ഡമാസ്കസിൻ്റെ ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അലയുകയാണ്. ഞങ്ങളും ഫേസ്ബുക്കിലൊക്കെ ചർച്ച നടത്തുമ്പോൾ പലരോടും ഈ വിഷയം ചോദിക്കാറുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ മുസ്ലിമും അതിന് മറുപടി പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയുകയില്ല. കാരണം അവർക്ക് ആർക്കും അറിയില്ല ഇതെന്താണെന്നുള്ള കാര്യം. ഇനി ഇപ്പോൾ വേറെ രസമുണ്ട്, തൗഹീദ് ഇപ്പോൾ കുറേ അങ്ങ് വികസിച്ചു. ഓരോരോ കാലഘട്ടത്തിൽ ഓരോ പണ്ഡിതന്മാർ ഈ തൗഹീദിലേക്ക് പലതും കൂട്ടിച്ചേർത്തു. നാം നേരത്തെ കണ്ടു, തൗഹീദിനകത്ത് പ്രവാചകനെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ, മുഹമ്മദിനെ കൂടി ഉൾപ്പെടുത്തിയാലേ തൗഹീദ് പൂർണ്ണമാകുമെന്ന് ഈ അടുത്ത് പറഞ്ഞു. ഇത് ഇപ്പോഴൊന്നുമല്ല, ഇത് ആദ്യമേ ഉണ്ട്. തൗഹീദ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇന്നതായിരിക്കും എന്ന് ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇപ്പോൾ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നുകളൊക്കെയാണ് തൗഹീദിലെ താരങ്ങൾ. അതായത് ജിന്നിനെ വേണമെങ്കിൽ ജിന്നിനോടും ചോദിക്കാം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടൂ. എന്നാൽ ജിന്നുകൾക്ക് സഹായം ചെയ്തു തരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജിന്നുകളെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം പിശാചികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, ആ ലെവലാണ്. വീണുപോയ ദൂതന്മാരാണെന്നൊക്കെ അവർ പറയുന്നതാണ്. അപ്പോൾ അതിനോട് ചോദിച്ചാലും മതി, അതൊക്കെ അവർ ചെയ്തു തന്നോളും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരെ വിളിക്കുന്നത് തന്നെ ജിന്നൂരികളെന്നാണ്. മറ്റേ എതിർ വിഭാഗക്കാർ ജിന്നൂരികളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് ഈ തൗഹീദിനകത്തുള്ള ചില കാര്യങ്ങൾ, ഇത് എന്താണ് ഈ തൗഹീദ്, ഇതിന് യുക്തിഭദ്രമായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു നിലനിൽപ്പില്ല. യുക്തിപരമായിട്ട് നിലനിൽക്കാൻ പറ്റുകയില്ല. കാരണം തികച്ചും ഒറ്റയായ ഏകമായ ഒന്നെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലില്ല. തികച്ചും ഏകമായ ഒന്നുമില്ല, അങ്ങനെ യാതൊന്നുമില്ല. ഇപ്പം ഇവരുടെ ഇതിനനുസരിച്ച് നാം നോക്കിയാൽ, അള്ളാഹുവിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ആത്മാവുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് വചനമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സത്ത. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്നാണ് അള്ളാഹു. ഒരു ബഹുത്വമുണ്ട്, അത് അല്ലാണ്ട് തികച്ചും ഒറ്റയായിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇതെല്ലാം ഉണ്ട്. നമ്മൾ വേറെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതാ, ലോകത്തുള്ള ഏതൊരു സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പലതിൻ്റെ ഒരു സമ്മേളനമായിട്ടാണ് അതൊരു ഒറ്റയായിട്ട് നിൽക്കുക. ഇപ്പോൾ മനുഷ്യനെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒരു മനുഷ്യനെന്ന് പറയാൻ തന്നെ അവനകത്ത് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, പിന്നെ അവൻ്റെ ശരീരമുണ്ട്. അപ്പോൾ വേറെ എന്തെടുത്ത് നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. തികച്ചും ഒറ്റയായ എന്ന് പറയാനൊന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് തൗഹീദ് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റാതിരിക്കുന്നത്. ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹു ഏകനാണെന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം മതി, അതാണ് തൗഹീദ് എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ തൗഹീദിൻ്റെ പേരിലുള്ള തമ്മിലടി കാണാൻ വേണ്ടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ചില ക്ലിപ്പുകൾ ഞാൻ കാണിക്കാം. അവിടെ സലഫി തൗഹീദിൻ്റെ വിചിത്ര പരിണാമം എന്ന് പറഞ്ഞ് സുന്നികൾ സലഫികളെ കുറ്റം പറഞ്ഞ് എഴുതിയിരിക്കുക. ഇവർ പലവട്ടം ഇവരുടെ തൗഹീദ് പരിണമിച്ച് 10-14 പരിണാമം കഴിഞ്ഞാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയതെന്നാണ് അവർ പറയുന്നത്. അതിന് മറുപടിയായിട്ട് ഇവർ മുജാഹിദുകൾ പറയാണ് സുന്നികളുടെയും തൗഹീദ് അങ്ങനെ തന്നെ പരിണമിച്ച് വന്നതാണെന്ന്. സുന്നികളുടെ തൗഹീദിൻ്റെ പരിണാമത്തെക്കുറിച്ച് അവരും ലേഖനം എഴുതിയിട്ടുണ്ട്, സമസ്തയുടെ പരിണാമത്തെക്കുറിച്ച്. ഇനി തൗഹീദിൻ്റെ പേരിൽ മുജാഹിദുകൾക്കിടയിൽ തന്നെ തമ്മിലടിയാണ്. മുജാഹിദ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഗ്രൂപ്പാണ്. അവർക്കിടയിൽ തന്നെ പല വിഭാഗങ്ങളായി പിരിഞ്ഞ് അവർ തൗഹീദിൻ്റെ പേരിൽ അടിക്കുകയാണ്. അതുപോലെ ആ ക്ലിപ്പിട്ട ബ്രദറെ, പള്ളിക്കകത്ത് വെച്ചാണ് അടി. അതിൻ്റെ വീഡിയോ ആണ്. വീഡിയോ ഇപ്പോൾ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ജിന്നുകൾ തകർത്ത മുജാഹിദുകളുടെ തൗഹീദിനെ കുറിച്ച് വേറൊരാൾ പറയുന്നുണ്ട്. ജിന്ന് വന്നതോടുകൂടി അവരുടെ തൗഹീദ് പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ തൗഹീദിൽ ജിന്നുകളുടെ വിളയാട്ടത്തെക്കുറിച്ച് ഇതൊക്കെ പരിഹസിച്ചുകൊണ്ടാണ്. ഈ വീഡിയോ ഒക്കെ കണ്ടു നോക്കണം, ചിരി വരും നമുക്ക്. തൗഹീദിൽ ജിന്നുകളുടെ വിളയാട്ടമാണെന്ന്. അതുപോലെ വേറൊരു കൂട്ട് പറഞ്ഞു വഹാബികളുടെ
തൗഹീദിൻ്റെ കാര്യത്തിൽ ഇന്നും വരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇനിയും തീരുമാനമാകാതെ പോവുകയാണ് വഹാബികളുടെ തൗഹീദ്. അതുപോലെ മുജാഹിദുകൾ ഇതാ പുതിയ തൗഹീദും കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേറൊരു കൂട്ടർ. പിന്നെ ഹജ്ജിന് പോകുന്ന ആളുകളൊന്നും തൗഹീദ് വിശ്വസിക്കുന്നവരല്ല, അവർ മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. ഇനി ഈ നേരത്തെ പറഞ്ഞല്ലോ ഷിർക്ക്, നിങ്ങൾ ഷിർക്കിലാണെന്ന് പറഞ്ഞ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടരതേ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഈ ഷിർക്കാരോപണം ഒന്ന് അവസാനിപ്പിക്കൂ എന്നും പറഞ്ഞിട്ട് 2-3 ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് അവർ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിതി. തൗഹീദ് ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സംഗതി തൗഹീദാണ്. ആ തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് ഇവർക്ക് പല അഭിപ്രായങ്ങളാണ്. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല, പല അഭിപ്രായമാണ്. ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം, ഇവർ നമ്മളോട് പറയാറുണ്ട് ത്രിയേകത്വത്തെക്കുറിച്ച്. നമ്മൾ പറഞ്ഞ ത്രിയേകത്വം ഒരു മർമ്മമാണ്, പിതാവ് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവരെപ്പോഴും വാദിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഖുർആൻ സുവ്യക്തമാണ്, ലളിതമാണ്, ആർക്ക് വായിച്ചാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു അവകാശവാദം മാത്രമാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഹദീസുകൾ വായിക്കണം, എന്നാലേ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റൂ. ഇനി ഈ ഹദീസുകൾ മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകളുടെ വ്യാഖ്യാനം പഠിക്കണം. കുറേ അങ്ങോട്ട് അങ്ങനെ പോകും, അതൊക്കെ സ്ഥിതി. പക്ഷേ ഇവർ അവകാശവാദം എങ്ങനെയാണ്? ഖുർആൻ സുവ്യക്തമാണ്, ലളിതമാണ്, ആർക്ക് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണെങ്കിൽ തൗഹീദ് എന്താണെന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചതാ. ഇന്നതാണ് തൗഹീദ് എന്ന് വിശദീകരിച്ചതാ. നിങ്ങൾ വെറുതെ വിശദീകരിച്ചാൽ പോരാ, മറ്റ് മുസ്ലിം പണ്ഡിതന്മാർ, മറ്റ് മുസ്ലിം ഗ്രൂപ്പുകൾ അത് അംഗീകരിക്കുകയും വേണം. ഒന്ന് പറഞ്ഞതാ. ഇവർക്ക് പറ്റുകയില്ല, എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ, ഈ സാധനം എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പറയും തൗഹീദ്, അള്ളാഹുവിൻ്റെ തൗഹീദ് എന്ന് പറയും. അപ്പോൾ ഈ തൗഹീദിൻ്റെ പേരിലുള്ള അടി ഇത് അന്നേ ആ കാലത്തെ ഉള്ളതാണ്. രണ്ടാമത്